ഞാൻ പാമ്പ് നോക്കിയാൽ ഇങ്ങനെ കേട്ടോ, അത് അതേപോലെ തന്നെയായിട്ട് കിടക്കണത്, സ്റ്റക്കായി ഓണം കിടക്കണു. വെള്ളത്തോടെ അതങ്ങനെ പോകണുണ്ടിട്ടാ, നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അതെങ്ങനെ പോകണ്ട്. നമ്മൾ ഇനി ശ്രദ്ധിച്ച് നടക്കണം എന്നാണ് പറയണത്. എന്തായാലും പേടിയുണ്ട്, ഇപ്പൊ പേടിയായി തുടങ്ങി. കാരണം അപ്പം മണ്ണ് ഉണ്ടെന്ന് കാട്ടിയിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും നമ്മളിതാ വെണ്ണീരിടാൻ പോവാണ്. അത്രയും വലിപ്പം വരുമ്പോൾ വീണ്ടും വെണ്ണീരിട്ട് നമ്മൾ മണ്ണിടും. നമ്മൾ കുമ്മായം ഇതേപോലെ പൊടി പൊടിയായിട്ട് ആക്കണത്. അപ്പം ഇത് ഇതേപോലെ നൈസായിട്ട് വേണ്ട ആക്കിയെടുത്തിട്ട് പാടി നിൽക്കുന്നുണ്ട്. അപ്പം അതും കൂടി വലിച്ചത് എങ്ങനെ ഇടയ്ക്കിലേക്ക് എത്താൻ. എന്തായാലും നമ്മൾ റോട്ടിലേക്ക് അങ്ങോട്ട് വിടാന്ന് വെച്ചിട്ടാക്കണ്ട, പടിയുടെ പുറത്തേക്ക് അങ്ങനെ പോവാണോ എന്തോ വേണ്ടതെന്ന് ആലോചിച്ചിട്ടില്ല. അത് അവിടെ കുറച്ച് ചാണ ഇറക്കി, കുറച്ചല്ല ഏറ്റവും കൂടുതൽ ചാണ അവിടെയായിട്ട് ഇറക്കിയത്. ഇവിടെ ഒരു 15 കൊട്ടയോളം ചാണ നമ്മൾ ഇവിടെ ഇറക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അയ്യോട്ടാ, ഞാനുണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോണേക്കാളും മുന്നേ 2 ദിവസം മുന്നേ നമ്മുടെ അവിടെ വീണ്ടും പാമ്പിനെ കണ്ടു കേട്ടാ. ആ വിശേഷമാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ പാമ്പിനെ കണ്ടത് എവിടെയാണെങ്കിൽ ഇവിടെ ഇട്ടായിരുന്നു പാമ്പിനെ കണ്ടത്. എവിടെയാണ് അത് കിടന്നിരുന്നത്. അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളതൊരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടണ പോലെയാണ്. കാരണം ഞാനത് പറമ്പിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങി ശരിക്കും ഇങ്ങനെയാണ് പോവുക. അന്ന് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു, ഇങ്ങനെ വെള്ളം നിൽക്കണമുണ്ട്. നമ്മൾ പെട്ടെന്ന് അറിയില്ല ഇങ്ങനെ കടന്ന് പോകുമ്പോൾ. പക്ഷേ നമ്മളവിടെ നിന്ന് വരുമ്പോൾ കാക്കകൾ പെട്ടെന്ന് ഇങ്ങനെ പറക്കണ് വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട്. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ കണ്ടത് പാമ്പിനെ. അപ്പോൾ ആ വിശേഷം ഞാൻ കാട്ടിത്തരാം, അന്നത്തെ പാമ്പിൻ്റെ. കാരണം നമ്മളെ ഇപ്പോഴും എന്താ പറയുക, നമ്മളെന്തൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും നമ്മളെ പാമ്പ് വിട്ടു പോകണില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി. ഞാൻ വെളുത്തുള്ളിയൊക്കെ തെളിച്ചു വിട്ടാണ്. നമുക്ക് പലരും പല കമൻറ്റിൽ കൂടെ ഓരോന്ന് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് വീടിൻ്റെ ചുറ്റും. പക്ഷേ ഈ മഴ നിൽക്കണ കാരണം തോന്നിട്ട് ഇതൊന്നും തെളിച്ചിട്ടും ഒരു ഗുണം കിട്ടണില്ല. അങ്ങനെ അപ്പോൾ ഞാൻ അന്നത്തെ കാര്യങ്ങൾ കാട്ടിത്തരാം കേട്ടാ. അതെങ്ങനെയില്ല പാമ്പ് അങ്ങനെ വെള്ളം നിൽക്കണേ, വെള്ളത്തോടെ പുലിയുടെ മേലത്തെ ഡിസൈൻ ഷൈറ്റാ അല്ലേ, പുലിത്തൊലിയുടെ ഒക്കെ പോലത്തെ ഡിസൈനാ പാമ്പിന്. അറിയില്ല മക്കളെ, നിങ്ങൾ അവിടെ നിൽക്കുന്നതിൻ്റെ അടുത്തേക്ക് വരാട്ടിരിക്കാനാ. വെള്ളത്തോടെ അതങ്ങനെ പോകണുണ്ടിട്ടാ, നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അതെങ്ങനെ പോകണ്ട്. എന്തായാലും നമ്മൾ റോട്ടിലേക്ക് അങ്ങോട്ട് വിടാന്ന് വെച്ചിട്ടാക്കണ്ട, പടിയുടെ പുറത്തേക്ക് അങ്ങനെ പോവാണോ എന്തോ വേണ്ടതെന്ന് ആലോചിച്ചിട്ടില്ല, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളുണ്ടല്ലോ കുറച്ച് ദിവസം പാമ്പിനെ കാണണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവരൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു സമാധാനത്തിലായിട്ട് നടന്നിരുന്നത്. പക്ഷേ നമുക്കൊരു മുന്നറിയിപ്പായിട്ട് തരാൻ തോന്നുന്നുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങളിവിടെയൊക്കെ ഉണ്ടെന്നുള്ളൊരു അറിയിപ്പ് പോലെയാണ് ഇപ്പോൾ ഇവരെ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണുകയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മഴ പെയ്തിട്ട് ഇങ്ങനെ റോട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിയെടുക്കല്ലേ, ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ കയറി വരണതാന്ന് തോന്നുന്നുണ്ട് അവർ. പക്ഷേ ഈ പാമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നേരം ആ വെള്ളത്തിൽ അങ്ങനെ തന്നെ നിൽക്കുക. നമ്മൾ ഈ ഇതേപോലെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, നമ്മുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്നിട്ട് പോലും ആ പാമ്പ് അവിടെ നീങ്ങിയ പോണില്ല, അതേപോലെ തന്നെ നിൽക്കായിരുന്നു കേട്ടാ. പിന്നെ ഈ പാമ്പെന്ന് പറഞ്ഞാൽ നല്ല ഭംഗി പാമ്പിന്. കാരണം നമ്മൾ പുലിത്തോല് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഡിസൈനായിരുന്നു ആ പാമ്പിനുണ്ടായിരുന്നത്. അതായത് നല്ല ഭംഗി തോന്നി എനിക്ക് പാമ്പിനെ. മറ്റത് പാമ്പിനെ കാണുമ്പോൾ ഒരു ഇതാണ്, പക്ഷെ ഇതങ്ങനെയല്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു പാമ്പിനെ കാണാനായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പാമ്പിനെ എന്താ പറയുക, വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും ഒരു ഗുണം ഉണ്ടാവണില്ല. ഈ മഴ നിൽക്കണ കാരണമായിരിക്കണം അവരിങ്ങനെ വന്ന് പോകുന്നുണ്ട്. നമ്മളിനി ശ്രദ്ധിച്ച് നടക്കണം എന്നാണ് പറയുന്നത്. എന്തായാലും പേടിയുണ്ട്, ഇപ്പോൾ പേടിയായി തുടങ്ങി. കാരണം ആ പാമ്പ് എന്തിട്ട് പാമ്പാന്നും കൂടി അറിയില്ല. അങ്ങനത്തെ പാമ്പിനെ കണ്ടിട്ടില്ല നമ്മളിവിടെ, ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പാമ്പിനെ കാണുന്നത്. അപ്പോൾ വിഷം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല കേട്ടാ. ഒത്തിരി പേടിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ പോവാം. നമ്മുടെ പേളിക്കുട്ടി, ഞാൻ ഈ പട്ട അവിടെ നിന്ന് വലിച്ചു വരുന്നവരെ കുഴപ്പമുണ്ടായില്ല കേട്ടാ. ഇവിടെ എത്തിയപ്പോഴില്ലല്ലോ അവള് എനിക്ക് നടക്കാൻ സമ്മതിക്കണില്ല, അവൾക്ക് പട്ട വേണമെന്നുള്ള പോലെയാ. പേളി അന്ന് പേളിക്ക് കൊടുക്കാം, എന്നാ അന്ന് പേളി ഇവിടെ കിടന്ന് കല്ലി നിൽക്ക്. അയ്യോ നമ്മൾ വേണ്ട, നമ്മളിവിടെ തയ്യൊക്കെ നട്ട് കൊടുത്തിട്ടേ. ഇപ്പൊ എവിടെ ഇവിടെയൊക്കെ നമ്മൾ നട്ടുണ്ടിട്ട് പെണ്ണേ, ഈ പെണ്ണിനെ ഉണിയെ തോറ്റല്ലോ ശരാ. ഇവളുടെ കുട്ടികളി മാറിയിട്ടില്ല വേണ്ട. ഷായട്ടിനാണെങ്കിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷായട്ടിൻ്റെ ഒപ്പം നേരത്തെ അവൾ പറമ്പേ വന്നു. ഞാൻ അവിടെ നിന്ന് വരുമ്പോഴേക്കും ഈ പട്ടയമ പിടികൂടി അവള്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ തക്കാളി തൈ നട്ടുണ്ട്. നോക്കി അത് പതുക്കെ പേടിച്ചു. ഇങ്ങോട്ട് വാ, പേളിക്കുട്ടിക്ക് അങ്ങോട്ട് നീക്കിട്ട് തരാം. ഇങ്ങോട്ട് വയ്യോ,
ഈ ഒരു ഭാഗത്തിട്ട് തരാം, ഇങ്ങോട്ട് വാ. എവിടെ പെട്ടുതരാ, എല്ലായിടത്തും ഓരോ നട്ടിട്ടുള്ള കാരണം ഇങ്ങോട്ട് വാ. ദേ എന്നാ ഇത് ഇവിടെ ഇരുന്ന് കടിച്ചോ, വാ ഇവിടെ ഇരുന്ന് കടിച്ചോ, വാ ഇങ്ങോട്ട് വാ. അവിടെ വേണ്ട പേളിയേ, അവിടെ നോക്കിയത് നമ്മുടെ മണിത്തക്കാളി, അതേ കാട്ടാ കണ്ടായിക്കത് മണിത്തക്കാളിയായിരുന്നു. അവളുടെ പിടിവലിയിലാട്ടെ ഈ മണിത്തക്കാളി ഇങ്ങോട്ട് ചെരിഞ്ഞു ഒടിഞ്ഞില്ലേ കട. വാ പെരിക്കുട്ടി ഇങ്ങോട്ട് വാ, വാ അവിടെ ഇട്ടേരാ, ഇങ്ങോട്ട് വാ. വിട് വിട്, വാ നിനക്ക് തരാം ഞാൻ അതൊന്നും ചെയ്യണില്ലേ, വാ ഇങ്ങോട്ട് വാ. എന്നാ എനിക്ക് വേണ്ട, എന്നാ നീ കളിച്ചോ, എന്നാ എനിക്ക് വേണ്ട. എന്താ നോക്കൂ, ഞാൻ ഷായിട്ടിൻ്റെ അവിടെ നേരത്തെ പറമ്പിൽ വന്ന് മറ്റേ കുറച്ച് വെണ്ണീറൊക്കെ ഇട്ടുണ്ടായിരുന്നു മുളകിനൊക്കെ. അപ്പോൾ അതിന് മഴയുണ്ടോ, ഷായിട്ട് കാലത്തോടെ വന്നു. അപ്പോൾ അവിടെ ഒന്ന് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടാന്ന് വെച്ചിട്ടാണ് ഈ പട്ടും കൊണ്ട് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ അതിൻ്റെ കൊണ്ടുവന്നേ. നമ്മുടെ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന വലിയ പനിയില്ല, അതിൻ്റെ പട്ടയാണത്. ഇപ്പോൾ അവിടെ കിടക്കട്ടെ. എനിക്ക് കുറച്ച് വെണ്ണീറിടാനുണ്ട്, കൊള്ളിക്കും അതേപോലെ എല്ലാത്തിനും ഇടാണെന്ന് വെണ്ണീർ. എന്നാൽ കാരണം നല്ല വെയിലുള്ള നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇട്ടുണ്ടെങ്കിലേ കാലത്തോടെ തന്നെ മഴയുടെ ഒരു അന്തരീക്ഷം ഒന്നുമില്ല. അപ്പോൾ ഇന്ന് കവചം തെളിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യട്ടെ. ചായട്ട് കാലത്ത് ഒരു 6:30 ഇറങ്ങിയതാട്ടോ പറമ്പിലേക്ക്. നേരത്തെ വന്നിട്ടുണ്ട്, ഒരു വെളിച്ചായപ്പോൾ തന്നെ. ഇന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ വെണ്ണീർ ഇടണമെന്ന്, എല്ലാവർക്കും വെണ്ണീർ ഇടേണ്ടിട്ടെന്ന്. അപ്പോൾ നമ്മുടെ ഈ കൊള്ളിക്ക് വെണ്ണീർ ഇടണം. അപ്പോൾ ഈ കൊള്ളിയുടെ കടക്കിൽ കുറച്ച് പുല്ലുണ്ട്. ഈ പുല്ല് നമ്മൾ ആദ്യം വലിച്ച് കളഞ്ഞിട്ടാണ് വെണ്ണീർ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൊള്ളി വെക്കുന്നത് കാട്ടിയിട്ടുണ്ട്, അതായത് കൊള്ളിത്തരി നടുന്നത് കാട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് ഇത്രയും പോകുന്ന 2 ഇളകൾ വന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ അതിൻ്റെ ചുറ്റും വെണ്ണീർ ഇട്ടിട്ട് മണ്ണ് ഇടുന്നത് കാട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മളിതാ വെണ്ണീർ ഇടാൻ പോവാണ്. അപ്പോൾ ആ വെണ്ണീർ ഇടേക്കാളും മുന്നേ കിടക്കുള്ള പുല്ലൊക്കെ ഒന്ന് വലിച്ചു കളയണം. ഇപ്പോൾ പേളിക്കുട്ടിക്ക് ഇപ്പോൾ അതൊന്നും വേണ്ട. ഇപ്പം ഞാൻ ഈ പുല്ല് വലിക്കും, ഈ പുല്ല് വേണം, എന്താ കൊണ്ടുപോയേ എന്താ ഇവളെ കൊണ്ട് തോറ്റു. ഇവളുടെ കുട്ടികളി എന്നാ മാറുക, ഇവളുടെ മക്കളുടെ ഇല്ലേ കുട്ടിപ്പട്ടാളങ്ങളുടെ കുട്ടികളിക്ക് പിന്നെ മാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പേളിക്കുട്ടി ഇപ്പോഴും പാവം, അവളുടെ കളി മാറിയിട്ടില്ല. പക്ഷേ പേളിയും കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉള്ള കാരണം എനിക്ക് പറമ്പിൽ വരുമ്പോഴേ ഒറ്റയ്ക്കാന്നുള്ളൊരു തോന്നലില്ല കേട്ടാ. ഇങ്ങനെ മിണ്ടാനൊക്കെ ഇട്ട്, പിന്നെ അത് മാത്രമല്ല ഷായിട്ടുണ്ട് പറമ്പിലേ. നമ്മുടെ പേലിക്കുട്ടിയുടെ പണീനെ ഓരോന്ന് കടിച്ച് വലിച്ച് കൊണ്ടിട്ടുണ്ട്. കണ്ട കയറിൻ്റെ കഷ്ണമൊക്കെ എവിടെ നിന്നാണാവോ കിട്ടുന്നതൊക്കെ കൊണ്ടിട്ടിട്ട്. ടൈസന് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ, ആദ്യം ടൈസന് വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ പുല്ലൊക്കെ വലിച്ച് കളഞ്ഞപ്പോളേ ഇവിടെ ഒരു തുണ്ട് പുല്ല് ഇങ്ങനെ നിൽക്കണേ. അപ്പം ഞാനൊന്ന് കൈക്കോട്ടുകൊണ്ട് ഒന്ന് ചെത്തിയെടുത്തതാ. കൊള്ളിയുടെ കടയ്ക്ക് അധികം പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ ചെറുതായിട്ട് മുളച്ചതുണ്ടായിരുന്നുള്ളൂ. ടൈസും കൂട്ടാ നീ കാട്ടിലൊന്നും കിടന്ന് നടക്കണ്ട, വാ വായിന്ന് വെള്ളം വരുന്ന ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കേ. പിന്നെ കുറച്ച് പുല്ല് കളയാണ്ട് ഇന്നലെ വന്നിട്ടേ ഇവിടെ കുറേ വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുല്ലൊക്കെ ഒന്ന് വാടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി വലിച്ചത് എങ്ങനെ ഇടയ്ക്കിലേക്ക് എത്താൻ. പേളിക്കുട്ടി എന്തൊരു പണിയെടുക്കണം അവിടെ. ടൈസ് ഇവിടെ ഇരുന്നോ കേട്ടാ, ടൈസിന് വയ്യ, ടൈസ് ഒന്നും ചെയ്യണ്ട.
നമ്മൾ വെണ്ണീറിടുമ്പോൾ കട തൊടാതെ ഇരിക്കണം എന്നുള്ളൂ കേട്ടോ. പിന്നെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല കൊള്ളി നമുക്ക് പറിക്കാൻ കിട്ടും. വേറെ പ്രത്യേകിച്ച് ഒറ്റ വളം നമ്മൾ കൊള്ളിക്ക് ചെയ്യേണ്ട, ഇത് മാത്രം ചെയ്താൽ മതി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെണ്ണീറ് മാത്രമാണ് നമ്മൾ കൊള്ളിക്ക് കൊടുക്കാറുള്ളൂ. അതായത് വെണ്ണീർ കട തൊടാതെ നല്ല അകലത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ കൊള്ളി അതേപോലെ നല്ല നീളത്തിൽ ഒക്കെ കിട്ടുമെന്നാണ് പറയാറ്. നമുക്ക് അങ്ങനെ കിട്ടാറുമുണ്ട്. നമ്മൾ കൊള്ളി പറിക്കുമ്പോൾ നമുക്കറിയാം നല്ല നീളമുള്ള കൊള്ളികളാണ് നമുക്ക് കിട്ടണേ എന്നുള്ളത്. അത് 2 തരം കൊള്ളി ഉണ്ട് കേട്ടോ. നീളമുള്ള സൈസ് കൊള്ളി ഉണ്ട്, നമ്മുടെ നല്ല ഉണ്ടക്കൊള്ളി ഉണ്ട്. പക്ഷെ ഉണ്ടക്കൊള്ളി അതിൽ അത്യാവശ്യം നല്ല നീളത്തിലും വണ്ണത്തിലും കിട്ടും. നീളമുള്ള കൊള്ളി നല്ല നീളത്തിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കൊള്ളിക്കൊക്കെ ചെയ്യണൊരു വളം എന്ന് പറയുന്നത് ഇത് മാത്രം കേട്ടോ. ഞാൻ വെണ്ണീരെടുക്കട്ടെ. ഇന്നലെ നമ്മൾ ഈ പയറിന് പകുതിയോളം വെണ്ണീർ ഇട്ടുണ്ടായിരുന്നു, പകുതി സ്ഥലത്തായിട്ട്. പിന്നെ വെണ്ണീർ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി പോയതാ. എന്നാലും തുടക്കം എല്ലായിടത്തേക്കും ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. ഈ മഴ നന്നായി പെയ്യുകയാണെങ്കിൽ വെണ്ണീർ ഇടുമ്പോൾ പേടിക്കല്ലേ നമുക്കേ. ഇന്ന് രാത്രി നല്ല മഴ കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ രാവിലെ വന്നിട്ട് നനയ്ക്കേണ്ടി വരും. അപ്പം നമ്മളിപ്പോൾ ഞാൻ നമ്മുടെ കൊള്ളിക്ക് വെണ്ണീരിടുന്ന കാട്ടി, അതുപോലെ പയറിന് ഇടുന്ന കാട്ടിയില്ലേ, ഇതേപോലെ ഇന്നലെ മുളകിനൊക്കെ നമ്മൾ വെണ്ണീരിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് കൊള്ളിക്ക് വയ്ക്കും. അപ്പോൾ അതാണ് ഷായിട്ട് ഇപ്പോൾ മണ്ണിടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാട്ടിത്തരാം, പലപ്പോഴും കാട്ടിത്തരാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വീണ്ടും ഇങ്ങനെ മണ്ണിടുന്നത് കാട്ടിത്തരാം. നമ്മുടെ കൂടെ പറമ്പേ വന്നിട്ടേ നോക്കിയേ, 2 പേരും കെടുപ്പായിട്ടാ. പേളിയുടെ ഈ പട്ടയമുള്ള കളിയും കഴിഞ്ഞ് അവൾക്കും ക്ഷീണമായി. പിന്നെ ടേസ്റ്റ് കൊണ്ടിട്ട് പിന്നെ സ്വതവ അവന് പ്രായത്തിൻ്റെ ക്ഷീണമുണ്ട്, അവനും കെടുപ്പായി. നമ്മൾ പോകുമ്പോൾ എണീക്കുള്ള 2 ആളും. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളി സുഖമായിട്ട് നമ്മുടെ ഒപ്പം തന്നെ നമുക്ക് പറിക്കാം. ഇപ്പം ആരും കൊള്ളി നട്ടിട്ടില്ലെങ്കിൽ ഇതേപോലെ കൊള്ളി നട്ടോ നമ്മുടെ കൂടെ 6 മാസം കഴിയുമ്പോൾ പറിക്കാം. ഇതിപ്പോൾ നമ്മൾ നട്ടു കൊടുത്തിട്ട് ഇപ്പോൾ ഒരു എത്ര നാളെയുണ്ട് ഷേട്ട് ഈ കൊള്ളി നമ്മൾ വെച്ചിട്ട്? 1.5 ആഴ്ച 2 ആഴ്ച അത്ര തന്നെ ആയിട്ടുള്ളൂ. ആ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടാ. പേടിക്കുട്ടിയെ അവള് തങ്ങടെ ഓടി വന്ന് ഇപ്പോൾ പയറിട്ട കിടക്കില്ല. അയ്യോ ഓടിച്ചോ ഇതേ കയറി കിടന്നവള്. അവളുടെ ഒരു വികൃതി അങ്ങനെ. ഞാൻ ലിഷായിട്ടാ നമ്മുടെ കൂർക്കിക്ക് വെള്ളം ഒഴിക്കട്ടെ. ചെറിയ പാട്ടുണ്ട്, വെയിലല്ലേ. ഇന്ന് മഴ പെയ്യാതെ കൂർക്ക് നമ്മൾ ഇന്നലെ നാട്ടേന് വെള്ളം ഒഴിക്കണം. നമ്മളെ നല്ല വെയിലുദിച്ചപ്പോൾ വേഗം ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വാഴയുടെ കയ്യും പിന്നെ പട്ടയുടെ ഒക്കെ കിട്ടിയത് ഇങ്ങനെ വെച്ചൊരു തണല് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അല്ലെങ്കിൽ അവർ പൊടിക്കില്ല. ഇനിയിപ്പോൾ നമ്മുടെ അപ്പുറത്ത് 2 തടനാട്ടുണ്ട്, അവിടെ നനയ്ക്കണം. പിന്നെ നമ്മുടെ ഈ പയറിനും ഇതേപോലെ വെണ്ണീർ ഇടാനുള്ളതാണ്. ഇനിയിപ്പോൾ ഇന്ന് ഇടുന്നില്ലേ, നാളെ വന്നിട്ട് ഞാൻ ഇടുള്ളൂ. അപ്പോൾ ഞാൻ അവർക്കും കൂടി നനയ്ക്കട്ടെ.
നിറച്ച് പയറുണ്ടാവുന്നുണ്ട് ഇപ്പം അതുമ്മേ ആ കുറ്റി പയറുമേ. നമ്മൾ 3 തടലന്ന് നട്ടു കൊടുത്തത് നമ്മുടെ കൂർക്ക. അതാണ് കേട്ടോ ഇത്. ഒരു ബക്കറ്റ് കൊണ്ട് വെള്ളം എടുക്കേണ്ടി വരും. നമ്മുടെ ഇത് നനയ്ക്കലും കഴിഞ്ഞു കേട്ടോ. നമ്മൾ കുമ്മായം ഇതേപോലെ പൊടിയായിട്ട് ആക്കണത്. അപ്പോൾ ഇത് ഇതേപോലെ നൈസായിട്ട് കണ്ട ആക്കി എടുത്തിട്ടുള്ളത് എങ്ങനെയാണെങ്കിൽ ഇതാ ഇത്തൽ വടിക്കാൻ കിട്ടും നമുക്ക്. ഇത്തൽ ഇതേപോലെയാണ് ഇരിക്കുക കണ്ടോ. കക്ക ഇതിന് മുകളിലായിട്ട് ഇത് ഫുള്ളിടാം. ഇതിപ്പോൾ എന്തെങ്കിലും ഫുൾ ആവശ്യം നമുക്ക്. ഞാനേ നമുക്ക് കാട്ടി തരാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് വെച്ചതാ. എന്നിട്ടിടാ വെറുതെ വെള്ളം ഉണ്ടല്ലോ കൈ കൊണ്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുക വേണ്ട കേട്ടാ. 2-3 പ്രാവശ്യം നമ്മൾ തളിച്ചു കൊടുത്ത് ഇത്രയും മതി. ഇതേപോലെയാവും അത്. ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ നമുക്ക് കുമ്മായം നല്ല കുമ്മായം ഉപയോഗിക്കാൻ പറ്റും. കക്ക നീറ്റിയിട്ടാവുമ്പോൾ മേടിക്കുന്ന കുമ്മായത്തിൽ പൊടിയുള്ളത് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഇതാകുമ്പോൾ ഒറിജിനൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇനി ഇത് നാളെ വരുമ്പോഴേക്ക് നാളെ വേണ്ട കുറച്ച് കഴിയുമ്പോഴേക്ക് ഇത് പൊടിയാവും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു കൊള്ളി പറിക്കണം. അപ്പം ഞാൻ പറിക്കാൻ പോവാം. അപ്പോഴേക്ക് ഇത് ശരിയായുള്ളൂ കിടന്ന്. കൊള്ളി പറിക്കണേക്കാൾ മുന്നേ നമുക്ക് കൊത്തമര നടാനുണ്ടായിരുന്നു. അത് നട്ടിട്ടാവും കൊള്ളി പറിക്കൽ. അത്യാവശ്യം നീളമുള്ള ഒരു തയ്യായിട്ടായിട്ടോ നമുക്ക് മേടിക്കാൻ കിട്ടിയിട്ടുള്ളത് കണ്ട ഇതേപോലെ. ഒരു എന്താ പറയുക തയ്യിലെല്ലാം 3 തയ്യൊക്കെ ആയിട്ടാണ് നോക്കണം. അപ്പം നമ്മളത് വേർതിരിക്കണില്ല, ഇങ്ങനെ തന്നെ വെക്കുക. ഈ അമ്പരിയില്ലേ ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഈ മുകളിലത്തെ അമ്പര നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അമ്പരിയാട്ടാ. ഇപ്പം നമ്മളൊന്ന് വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഒന്നും കൂടി വെട്ടി ചെറുതാക്കണം എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരിയിൽ ഇത് എത്രയും നട്ടു. ഇനി ബാക്കിയുള്ളതുണ്ട്. അതിന് വേറെ വല്ല സ്ഥലം നോക്കി അവിടെ നട്ടു കൊടുക്കണം. ഇനി നമുക്ക് കൊള്ളി പറിക്കാം. ഇന്ന് എനിക്കൊരു ചെറിയൊരു കൊള്ളി മതി. അപ്പോൾ അങ്ങനത്തെ ചെറിയൊരു കട നോക്കിയിട്ടാട്ടോ ഇന്ന് നമ്മൾ പറിച്ചെടുക്കണത്. ഇത് മത്തപ്പടേണ്ട കാരണേ നമുക്കിവിടെ വേറെ വെട്ടി ഒതുക്കാനും പറ്റണില്ല.
വിചാരിച്ച പോലെ എനിക്ക് ചെറിയ കൊള്ളി മതിയുണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു കട നോക്കിയിട്ട് തന്നെ നോക്കിയത് അതേപോലെ തന്നെ. കാരണം ഇതെന്തിനാ പറയൂ, പുഴുങ്ങാനാണ്. പുഴുങ്ങാനുള്ള കൊള്ളി ഇങ്ങനെ ചെറിയ കൊള്ളികളാകുമ്പോഴാണേ ടേസ്റ്റ് കൂടുക. ഇങ്ങനെ റൗണ്ടിൽ കഷ്ണങ്ങളാക്കി ഇടാമല്ലോ. അപ്പോൾ ഇത് നോക്കിയേ, എൻ്റെ ചുറ്റും ഉണ്ട് കേട്ടാ നല്ല പാകമുള്ള ചെറിയ കൊള്ളി. അതിൽ ഒരെണ്ണം മാത്രം ഇത്തിരി വണ്ണുള്ളതുണ്ട്, ബാക്കിയൊക്കെ നല്ല ചെറിയ കൊള്ളിയാണ്. അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോവാം. എവിടെ പേളിക്കുട്ടിയുടെ പണി തുടങ്ങിയല്ലോ അവിടെ. പേളിക്കുട്ടി വായോ പോവാ. പേളിയേ ദിയേ പേളിക്കുട്ടിയേ പോവാ, നമുക്ക് ഇവിടെ എന്തൊരു പണി കിട്ടി പോവാ. കഴിഞ്ഞു വാ. അയ്യോ വീണു. ഓടി വാ, പോവാണ്. ഷായിട്ടേ ഞാൻ പോവാട്ടാ. നമ്മളുണ്ടല്ലോ പറമ്പിലേക്ക് ഇതാ ഒരു ടെമ്പ ചാണം അടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മഴയ്ക്ക് കുറഞ്ഞുല്ലോ. ചാണം പറമ്പിലിട്ടാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇഷ്ടികയൊക്കെ വെച്ചിട്ട് തടയാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഒളിച്ച് പോകാണ്ടിരിക്കേണ്ട രീതിയിൽ. അപ്പോൾ നമുക്ക് ചാണം അടിക്കുന്ന ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടാ. ഞാൻ ഇവിടെ നല്ല വെയിലായി കാരണം ചേട്ടനോട് അങ്ങോട്ട് നീങ്ങിന്നോളാൻ പറഞ്ഞു. ചേച്ചി വരണം, ചേച്ചിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണം. തല്ലത്തേക്ക് നിൽക്കാൻ ചേച്ചി, വെയിലത്ത് നിൽക്കണ്ട വായ. പൗലോസേട്ടാ, പൗലോസേട്ടൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ചാണം മേടിക്കാറ്. ഇപ്പൊ എത്ര വർഷമായിട്ടോ പൗലോസേട്ടാ? 12 കൊല്ലം അതിന് മേലെയായിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, എൻ്റെ വീട്ടിൽ പശുള്ള ടൈമിൽ തൊട്ട് വീട്ടിലത്തെ ചാണം കൊണ്ടുപോകാറുള്ളത് പൗലോസേട്ടനാണ്. അതേപോലെ അവിടെ നിന്ന് ചാണം നമ്മുടെ ഇവിടുത്തെ ഈ പറമ്പിലേക്ക് അടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടൊരു 10-15 വർഷത്തിനൊക്കെ മുകളിലായിട്ടുണ്ട്. 18 വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പൗലോസേട്ടൻ ചാണം അടിച്ചു തുടങ്ങിയിട്ട്. ഇപ്പോഴും നമുക്ക് ഓരോ വർഷം ചാണം വേണ്ടി വരുമ്പോൾ പൗലോസേട്ടൻ്റെ നമ്പർ അന്ന് എഴുതി വെച്ച ബുക്കിൽ നിന്ന് എപ്പോഴും മാറ്റിയിട്ടില്ല, ഫോണിലും കയറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ബുക്കിൽ തന്നെയാണ് നമ്പർ എഴുതി വെച്ചോളാം തൊട്ട്. പിന്നെ കാർത്തികേച്ചിയും അന്ന് പൗലോസേട്ടൻ്റെ കൂടെ ഉള്ളതാണ്. പിന്നെ വേറെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ചാണം അടിക്കുമ്പോൾ കുറേ അന്ന് ചാണം അടിക്കുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ ചാണം അടിക്കുമ്പോൾ അന്ന് 4-5-6 വണ്ടിയൊക്കെ അടിക്കാറില്ല നമ്മൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവർ ചാണം അടിക്കുമ്പോൾ ഞാൻ ചായയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി ചാണം അടിക്കണ കാരണം ആ ചാണം തട്ടി ഒരു പൂവായിട്ട് ചെയ്യാറ്. അങ്ങനെ കാർത്തികേച്ചിനൊക്കെ ഇപ്പോഴും മറ്റു ചേച്ചിമാരോടൊക്കെ എൻ്റെ അന്വേഷണം പറഞ്ഞോളൂ കേട്ടാ. ആ ചേച്ചി ഇപ്പൊ ഓക്കെ അല്ലേ, കുഴപ്പമില്ലല്ലോ. നല്ല 2 പ്രശ്നം കൂടി ഉണ്ട് ആൾക്ക്. പിന്നെ ഹെൽപ്പായിട്ടുള്ളതല്ലേ ഇവരാണല്ലേ. അപ്പോൾ നമ്മുടെ അടിക്കുന്ന ചാണത്തിൻ്റെ പൈസ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് 4500. അത് ഓരോ സ്ഥലത്തിൻ്റെ അകലൊക്കെ വെച്ചിട്ട് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും അല്ലേ. സാധാരണ പഠിത്തിക്കൊക്കെ ആണെങ്കിൽ ഈ കാശ് തന്നെ നമ്മൾ പറയുന്നോർത്ത് കൊണ്ട് ഇട്ട് തരും കേട്ടോ അവർ. അങ്ങനെയുണ്ട് കേട്ടാ. അപ്പോൾ ആർക്കെങ്കിലും ചാണം വേണമെങ്കിൽ പൗലോസേട്ടൻ്റെ നമ്പർ ഞാൻ തരാം കേട്ടാ. പൗലോസേട്ടന് അല്ലേ, പൗലോസേട്ടൻ മൊബൈൽ കാണൂ. ചേച്ചി എൻ്റെ സ്ഥിരം വീഡിയോ കാണും ചേച്ചിയാ, അതാണ് ചേച്ചി ചോദിക്കണേ. മൊബൈൽ കാണാറില്ല, കാണൂട്ടോ ചേച്ചി. ശരി. അപ്പോൾ ഇവിടെ ഉണ്ട് ബൈ വെള്ളം നമ്മുടെ ഈ ടാങ്കിലുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ലേന്ന്? നമ്മൾ ഈ മതിലിൻ്റെ ഈ ഒരു അരുവത്തായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയാണ് ചാണം തട്ടിയത്. അപ്പോൾ ആ ചാണകം കഴിഞ്ഞു നമ്മുടെ. അപ്പോൾ മഴയത്തായാലും വലിയ എന്താ പറയുക, ഒലിച്ച് ഇറങ്ങി അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം നമ്മൾ അന്ന് വേനൽക്കാലത്ത് തട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വർഷക്കാലത്തേക്കുള്ള ചാണം വേനൽക്കാലത്ത് ഇങ്ങനെ അതിൽ മോൾ വശമൊക്കെ ഉണങ്ങിയെടുക്കണ കാരണം നമുക്ക് വർഷക്കാലത്തും ഒലിച്ച് പോകാണ്ട് അത്യാവശ്യം ആവശ്യത്തിനുള്ള ചാണം കിട്ടിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ തട്ടുന്നുണ്ട്. ഇവിടെ ഇനി മഴ പെയ്താൽ ചിലപ്പോൾ ഒലിച്ച് പോകും. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇഷ്ടിക വയ്ക്കണം. ഈ ഒരു മതിലെടുത്തിട്ട് ഒതുക്കിയിടുക. ചേട്ടാ പൈസ കൈ കഴുകി ചേച്ചിയാ. മക്കളൊക്കെ വലുതായി മണുണ്ട്. മൊത്തം മണപ്പിക്കേണ്ടതാണ് അവർക്ക്. നമ്മുടെ കുട്ടിപ്പൊട്ടാളങ്ങൾക്ക് മുട്ട പുഴുങ്ങിയതായിട്ട് ഷായിട്ടും കൊടുക്കുന്നത്. അവരിപ്പോൾ ഒരു റൗണ്ട് കളി കഴിഞ്ഞ് വന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മുട്ടയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം സുഖമായിട്ട് കിടന്നുറങ്ങിയുള്ളൂ. അപ്പം നമ്മുടെ റൊണാൾഡോ ആട്ടോ ഇവിടെ അടുത്തിരിക്കുന്നത്. അവൻ എല്ലാത്തിനും ഒരു ഇതുണ്ട്, അതായത് തിരക്കില്ല ആൾക്ക്.
എല്ലാവരും കഴിച്ച് കഴിഞ്ഞു, ആയും പോലെ മതി, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളാണ് നമ്മുടെ റൊണാൾഡോ. കുട്ടിപ്പട്ടാളങ്ങളാണ് മുട്ടയും കഴിച്ച് സുഖമായിട്ട് ഇപ്പം ഇവിടെ ഇരിക്കും. ഇന്ന് ഞാനുണ്ടല്ലോ സദ്യ സ്പെഷ്യൽ ഉരുളൻകിഴങ്ങ് കറിയാണ് വെക്കണേ. അതായത് വെള്ളക്കറി കേട്ടോ. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് വയ്ക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ നോക്കിയേ, ഒരു മീഡിയം വലിപ്പമുള്ള 3 ഉരുളൻകിഴങ്ങാണ് നമ്മളിതാ നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ കഷ്ണങ്ങളാക്കിയിട്ടാട്ടോ നമ്മൾ നുറുക്കിയെടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നോക്കിയേ, പച്ചമുളക് 3 പച്ചമുളക് ഇതേപോലെ കീറി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, എത്രയും വലിപ്പമുള്ളൊരു കഷ്ണം ഇഞ്ചിയാണ് നീളത്തിലരിഞ്ഞത്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത്, ഞാൻ 1 നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. 4 ഗ്ലാസ് വെള്ളമാണ് 2ാം പാലും 3ാം പാലും കൂടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അതും കൂടി നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇടാമല്ലോ. ഇനി നമുക്കതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 കതിര് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് നമുക്ക് തീ കത്തിക്കാം. ഇവിടെ ഇരുന്ന് വേവട്ടെ. അതുമാത്രമല്ല, നാളികേരം പാലിലായ കാരണം തിളച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തള വരുന്ന കാണുമ്പോഴേക്കും തന്നെ നമ്മൾ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വേവണ വരെ തീ കുറവിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. വീണ്ടും മൂടി വയ്ക്കുകയാണ്. നമുക്കുണ്ടല്ലോ ഒന്ന് മൂടി തുറന്ന് നോക്കാം. ഇത് നോക്കിയേ, കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിതാ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉടയാവുന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞോട്ടെ. എല്ലാ കഷ്ണമല്ല, ചാറിനൊക്കെ ഒരു കട്ടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഉണ്ടല്ലോ 1ാം പാൽ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതായത് 1 നാളികേരത്തിൻ്റെ പാലാണ് നമ്മൾ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ 1ാം പാലായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കണേ. ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്തു. ഇനി ചട്ടിയിലിരുന്ന് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കട്ടിയാവും. ഇനി ഇതിലേക്ക് നമുക്കിതാ ഒരു 2 കതിര് കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ. എത്രയേ വേണ്ടോ, നമ്മുടെ കറി റെഡി ആയിട്ടാ. ഞാൻ പറഞ്ഞു ചട്ടിയിലാവുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഷേട്ടിന് വിളിക്കട്ടെ. ടീസ്പൂൺ ആദ്യം. നോക്കിയേ നമ്മുടെ കറി ഓണത്തിൻ്റെ സ്പെഷ്യലായിപ്പോഴേ ഇങ്ങനെയുള്ള ഓരോ ഇതുകളാണ്. അപ്പോൾ ആ ചോറിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒരു സൈഡായിട്ട് ഉപയോഗിക്കുന്നതല്ല ഇത്. ചൂടുണ്ടാവും. അടിപൊളി തന്നെയാണ്. ചൂടുണ്ട്, അടുത്ത് പറഞ്ഞോണം. നോക്കിയേ, രസമായിട്ടുള്ള കറി. ഇത് ഞങ്ങള് ഇവിടെ വെള്ള സ്റ്റൂ എന്ന് പറയാം. സദ്യകൾക്കൊക്കെയാണ്. പക്ഷെ നമ്മളിവിടെ സാധാരണ ഇവിടെ ഇഷ്ടകറി മസാല കറിയാണ് കൂടുതൽ സദ്യകൾക്ക് ഉണ്ടാവുക. എണ്ണം കൂടുതൽ വരുമ്പോഴാണ് ആ കറിയുടെ കൂടെ ഈ കറി കൂടി ഉണ്ടാവുക. അപ്പൊ എല്ലാവരും ഈ ഓണത്തിന് ഇത് വെച്ചോളൂട്ടാ. അടിപൊളി സാധനമാണ്. വെറുതല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ.